അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് ഇട്ടുതരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റേതാണ്, തിന്മ ഏതാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും. കൊലപാതകം, മനുഷ്യനെ കൊല്ലുക എന്നുള്ളത്, അങ്ങനെ പല അഭിപ്രായങ്ങളും പറയാനുണ്ടാകും. എന്നാൽ ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ ഏറ്റവും വലിയ തിന്മ, ഏറ്റവും വലിയ നിഷിദ്ധമാക്കിയ കാര്യം അത് ഷിർക്കാണ്. ഷിർക്കിൻ്റെ മുകളിൽ പിന്നെ മറ്റൊരു തിന്മയില്ല. അപ്പോൾ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഷിർക്കാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ അത് വളരെ വ്യക്തമാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ഷിർക ലദുൽമുൻ അളീമുൻ. ഷിർക്കാണ് ഏറ്റവും വലിയ അക്രമം, ഏറ്റവും വലിയ തിന്മ അത് ഷിർക്കാണ് എന്ന് പരിശുദ്ധമായ ഖുർആനും നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. കാരണം ഷിർക്കിൻ്റെ മുകളിൽ മറ്റു തെറ്റുകളിൽ അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ള തിന്മകളൊക്കെയും വരുന്നത്. ഷിർക്ക് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഏകദൈവ വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ വിപരീതമാണ് ഷിർക്ക് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങൾ ഒന്നു തന്നെയാണ്. അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ച വിശ്വാസങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അവർ പഠിപ്പിച്ച ഷിർക്കിലും തൗഹീദിലും ഒരു മാറ്റവും വന്നിട്ടില്ല. കാരണം അത് അള്ളാഹുമായിട്ടുള്ള വന്നിട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. കർമ്മപരമായ വിഷയത്തിൽ ഓരോ പ്രവാചകന്മാരുടെയും കാലത്തിനനുസൃതമായിട്ട് കർമ്മപരമായി ആരാധനപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ വിശ്വാസപരമായ ഈ വിഷയത്തിൽ, ഷിർക്കിൻ്റെയും തൗഹീദിൻ്റെയും വിഷയത്തിൽ ഒരു മാറ്റവും ഇന്നേതുവരെ വന്നിട്ടില്ല. കാരണം അത് അള്ളാഹുവുമായിട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അതിൽ മാറ്റം വരില്ലല്ലോ. എന്നാൽ ഇന്ന് നമ്മുടെ ലോകത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, വഹാബി പ്രസ്ഥാനങ്ങൾ അവർ പ്രവർത്തിച്ചതുകൊണ്ട് ഉണ്ടായിത്തീർന്ന, മുസ്ലിം സമുദായത്തിന് ഉണ്ടായിത്തീർന്ന ദോഷമെന്താണ്, ദുരന്തമെന്താണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒന്ന്, മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം തീവ്രവാദികൾ എന്ന് ചാപ്പ കുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം മാറിയിട്ടുണ്ടെങ്കിൽ അത് വഹാബിസത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് ചരിത്രങ്ങൾ പരിധി നോക്കിയാൽ അറിയാം. കേവലം ഒരു 2 നൂറ്റാണ്ട് മുമ്പ് വരെ ഇസ്ലാമിൻ്റെ പേരിൽ അങ്ങനെയൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. മുസ്ലിമീങ്ങൾ അല്ലാത്തവരെയൊക്കെ കൊല്ലണമെന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്നുള്ളൊരു ആശയം 2 നൂറ്റാണ്ട് മുമ്പ് വരെ ലോകത്ത് ആരും പഠിപ്പിച്ചിട്ടില്ല. കാരണം അങ്ങനെ സംഗതി ഉണ്ടായിട്ടില്ല. ഇബ്നു അബ്ദുൽ വഹാബ് ഈ പിഴച്ച ആശയവുമായി രംഗപ്രവേശനം ചെയ്തതിന് ശേഷമാണ് മുസ്ലിം സമുദായത്തിനെതിരെ തീവ്രവാദം, ടെററിസം എന്ന് പറയുന്ന ഒരു വിഷയം ചാപ്പകുത്താൻ തുടങ്ങിയത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് ഇവർ കാരണം ഉണ്ടായിത്തീർന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഷിർക്കിനെ നിസാരപ്പെടുത്തി, ഷിർക്കിനെ നിസാരവൽക്കരിക്കുന്ന പ്രവണതയിലേക്ക് വഹാബിസം പോയി എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഷിർക്ക് മറ്റുള്ള തെറ്റുകളെപ്പോലെയും അല്ല എന്ന് ജനങ്ങൾ തോന്നുന്ന, ചിന്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വഹാബിസം മാറിപ്പോയി എന്നുള്ളത് വല്ലാത്തൊരു ദുരന്തമാണ്. കാരണം പ്രിയമുള്ളവർ, ഒരു കാലത്ത് മന്ത്രിക്കൽ അത് ഷിർക്കാന്ന് പറഞ്ഞു, സിഹർ സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണെന്ന് പറഞ്ഞു, ജിന്നിനെ വിളിക്കൽ, ജിന്ന് ശരീരത്തിൽ കയറൽ, ഇതൊക്കെ ഷിർക്കാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു സമുദായം ഇന്ന് ഈ വഹാബികൾ അതൊക്കെയും തൗഹീദാക്കി മാറ്റിയിരിക്കുകയാണ്. മന്ത്രിക്കുന്നതിന് കുഴപ്പമില്ല, സിഹർ ബാധിക്കുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കില്ല, ജിന്നിനെ വിളിക്കുന്നതിന് കുഴപ്പമില്ല, ജിന്ന് കയറുമെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ പണ്ട് ഷിർക്കാണ് എന്ന് പറഞ്ഞ വിഷയങ്ങളൊക്കെയും ഇപ്പോൾ ഷിർക്കല്ല എന്ന് മാറ്റിപ്പറയേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം എത്തി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഷിർക്ക് എന്താണ് എന്ന് ഈ വഹാബികൾക്ക് തിരിഞ്ഞിട്ടില്ല, മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ചില വഹാബി മൗലവിമാരുടെ വീഡിയോകളാണ്. അത് നമ്മൾ കേട്ടു നോക്കണം. കാരണം ഇവരിങ്ങനെ നാഴികയ്ക്ക് 400 പ്രാവശ്യം ഞങ്ങൾ ഇന്നേതുവരെ ഒരു വിഷയവും മാറ്റി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീമ്പിളക്കുന്ന ഇവർ പറഞ്ഞ ചില വീഡിയോകളുടെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം.
ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്ന് വരെ 1 നൂറ്റാണ്ടിലധികം ചരിത്രത്തിന്റെ പഴക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്ന് വരെ നമ്മളൊന്നും മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, അതുകൊണ്ട് അവിടെ പോയി ഇങ്ങനെ വിജനമായ സ്ഥലത്ത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ മാസം കാണണമെന്നില്ല, ശാസ്ത്രത്തിന് അവലംബിച്ചാൽ മതി എന്ന് നമ്മൾ വാക്കുമാറ്റി പറയേണ്ടി വന്നിട്ടില്ലല്ലോ. കണ്ടോ, ഈ മൗലവി സംസാരിച്ചൊരു സംസാരമാണ്. ഇന്നേതുവരെ ഞങ്ങൾക്ക് വാക്കുമാറ്റി പറയേണ്ടി വന്നിട്ടില്ലല്ലോ എന്ന് ഇദ്ദേഹം പറയുകയാണ്. എന്നാൽ ഇദ്ദേഹം ജുമാ ഖുത്ബയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ കേട്ടു നോക്കാം കേട്ടോ. ഇതേ വിശേഷണം തന്നെയായിരുന്നു ജിന്ന് വിഭാഗത്തിനും ജിന്ന് വർഗത്തിനും ആളുകൾ വകവെച്ചു കൊടുത്തിരുന്നത്. 2 രീതിയിലാണ് ജിന്നുകൾക്ക് കഴിവുണ്ടെന്ന് ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത്. ഒന്ന്, മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറും. അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിലില്ല. സ്വഹീഹായ ഒരു ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ ജിന്നുകൾ പ്രവേശിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും കൊണ്ടുപോകുമെന്ന് പറയുന്ന വ്യാഖ്യാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിശുദ്ധ ഖുർആനോ നടത്തിയിട്ടില്ല. അപ്പോ എന്താണ് മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറും എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവരുടെ ആദ്യകാലത്തെ വിശ്വാസം അങ്ങനെ ജിന്ന് കയറുമെന്നൊക്കെ വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നുള്ളതാണ്. പക്ഷേ അത് അപ്ഡേറ്റ് ചെയ്ത വിഷയം ഈ മൗലവി അറിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ശിർക്കല്ല എന്ന വാദത്തിലേക്ക് വഹാബികൾ പോയ സംഗതി ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതറിയാതെയാണ് ഇയാൾ എന്ത് ചെയ്യുന്നതെന്നറിയോ, പ്രസംഗം നടത്തുന്നത്. എന്നാൽ അവസാനം എല്ലാവരും കൂടെ പിടിച്ച് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു, നന്നായി പഞ്ഞിക്കിട്ടപ്പോൾ അയാൾക്ക് തിരുത്തേണ്ടി വന്നു. ജീവിതമാർഗത്തിന് വേണ്ടി എവിടെയെങ്കിലും പിടിച്ചു നിന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പ്രഭാഷണം മാറ്റിപ്പറയാണ്. ഞാൻ ആദ്യം ഇട്ടത് എന്താണ്, ഇന്നേതുവരെ പറഞ്ഞൊരു വിഷയം മാറ്റിപ്പറയേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല എന്ന് പറഞ്ഞ്, എന്നിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ജിന്നുമായി ബന്ധപ്പെട്ടത്. എന്നിട്ട് തൊട്ടടുത്ത ഞായറാഴ്ച അദ്ദേഹം അത് തിരുത്തുകയാണ്. നിങ്ങൾ കേട്ടു നോക്കൂ. 13/12/24 വെള്ളിയാഴ്ച ജുമാ ഖുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എൻ്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി. എൻ്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എൻ്റെ കേരള ജമിയത്തുൽ ഉലമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ ഞാനത് അംഗീകരിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുൽ ഉലമയുടെ വിശ്വാസത്തെ, ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അപ്പോ ശിർക്ക് അപ്ഡേറ്റ് ചെയ്തത് ഇദ്ദേഹം അറിഞ്ഞില്ല. മുമ്പ് ജിന്ന് കയറുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് പറഞ്ഞ ആള് അത് മാറ്റി അത് ശിർക്കല്ല തൗഹീദാണ് എന്ന് അവരുടെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചത് ഇദ്ദേഹം അറിയാതെയാണ് ഖുത്ബ പ്രഭാഷണത്തിൽ എന്ത് ചെയ്തത്, ഇദ്ദേഹം അത് പറഞ്ഞത്. പിന്നെ അത് മാറ്റി പറയേണ്ടി വന്നു. ആദ്യം പറഞ്ഞത് എന്താണ്, ഇന്നേതുവരെ ഞങ്ങൾ ഇതുവരെയും ഈ ശിർക്ക് മാറ്റി പറയേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല, ഒരു വിഷയം മാറ്റി പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനിതിട്ടത് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ അവരെ പരിഹസിച്ച് ആക്ഷേപിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് ചിന്തിക്കണം. ഇങ്ങനെ ദിവസവും ഇങ്ങനെ ശിർക്കും തൗഹീദും മാറ്റി പറയാനുള്ളതാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ഏറ്റവും വലിയ തിന്മയല്ലേ ശിർക്ക് എന്ന് പറയുന്നത്? ആ ശിർക്ക് പ്രിയമുള്ളവരെ, ഒരാളെ കാഫിർ എന്ന് വിളിച്ചാൽ, ഒരാളെ മുശ്രിക്ക് എന്ന് വിളിച്ചാൽ, മുസ്ലിമായ ഒരാളെ മുശ്രിക്കാണ് അല്ലെങ്കിൽ കാഫിറാണ് എന്ന് വിളിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വിളിച്ചയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നത്. അങ്ങനെയുള്ള വളരെ ഗൗരവമുള്ള വിഷയമാണ് ശിർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? എന്നിട്ട് അവർ ശിർക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളമാണ് ഈ ശിർക്കിൻ്റെ ഗൗരവം എന്നുള്ളത്. ഒരാൾ കള്ളു കുടിക്കുന്നത് പോലെയല്ല, വ്യഭിചരിക്കുന്നത് പോലെയല്ല, നിസ്കാരം ഒഴിവാക്കുന്നത് പോലെയല്ല, ഒരാളെ കൊല ചെയ്യുന്നത് പോലെയല്ല ശിർക്ക് എന്ന് പറയുന്നത്. ശിർക്ക് എന്ന് പറയുന്ന തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിതത്തിൽ അതുവരെ ചെയ്ത നന്മകളൊക്കെയും പൊളിഞ്ഞു പോകും.
അതൊക്കെയും പിന്നെ അസ്ഥാനത്താണ്. ആ ചെയ്ത നന്മകളൊക്കെയും നശിച്ചു പോകും. അതിന് പ്രതിഫലമില്ല. ഇനി ഇദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്ന് പുതിയതായി സുഹൃതങ്ങൾ ചെയ്യണം. അതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഒരാൾ ഷിർക്ക് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഇതുവരെ ചെയ്തു പോയ മുഴുവൻ നന്മകളെയും പൊളിച്ചു കളയുന്നതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഒരാൾ കള്ളു കുടിച്ചു എന്ന് കരുതിയിട്ട് അയാൾ അതിനു മുമ്പ് വരെ ചെയ്ത നന്മകൾ പൊളിഞ്ഞു പോകുന്നില്ല. ഒരാൾ വ്യഭിചരിച്ചു എന്ന് കരുതിയിട്ട് അയാൾ അതുവരെ ചെയ്ത നന്മകൾ പൊളിഞ്ഞു പോകുമെന്നുമില്ല. അയാൾ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങി വന്നാൽ ആ നന്മകൾക്ക് പ്രതിഫലം കിട്ടും. ആ ചെയ്ത നന്മകൾ ആ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാകും. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഷിർക്ക് ചെയ്യലോടുകൂടി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെട്ട മുഴുവൻ നന്മകളെയും മായ്ക്കപ്പെടുകയാണ്. മുഴുവൻ നന്മകളും നശിച്ചു പോവുകയാണ്. ഇത് വളരെ വ്യക്തമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. എന്നാൽ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിനെയാണ് വഹാബികൾ നിസാരവൽക്കരിച്ചത്, വെറും നിസ്സാരപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഒരു വിഷയം ഷിർക്ക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അത് തൗഹീദാകുന്നു. വൈകുന്നേരം തൗഹീദാക്കിയ ഒരു വിഷയത്തെ നേരം വെളുക്കുമ്പോൾ അവർ ഷിർക്കാക്കുന്നു. നേരം വെളുക്കുമ്പോൾ തൗഹീദ് പറയാൻ വേണ്ടി ഒരു സ്റ്റേജിൽ ഒന്നിച്ചിരുന്നവർ വൈകുന്നേരമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുശ്രിക്ക് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരവസ്ഥയിലേക്ക് വഹാബി പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഇവർ ഈ ഒരു വിഷയം സാധാരണ ആളുകൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അവർ ചിന്തിക്കുന്നത് ഷിർക്ക് എന്ന് പറയുന്ന തിന്മയൊന്നും അത്രയും വലിയ തിന്മയല്ല എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ മാറുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, വഹാബി പ്രസ്ഥാനം ഇവിടെ വെച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽപ്പെട്ട ഒന്നാണ് ഷിർക്കിനെ നിസാരവൽക്കരിച്ചു എന്നുള്ളത്. നോക്ക്, എന്താണ് ഷിർക്ക് നീ ഈ ഒരു ടീമിന് അറിയില്ലേ? ഒരു കാര്യം എപ്പോഴാണ് തൗഹീദാകുന്നത്, ഒരു കാര്യം എപ്പോഴാണ് ഷിർക്കാകുന്നത് എന്ന് ഈ ഖൗമിന് അറിയില്ല. മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ അമ്പിയാക്കൾ, അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും വഫാത്തായതിനു ശേഷവും അവരെ സഹായിക്കുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നത്, അവരെ വിളിച്ച് സഹായാർത്ഥന നടത്തുന്നത്, അത് പരിശുദ്ധമായ ഖുർആനും ഹദീസും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും പൂർവ്വകാല മഹത്തുക്കളൊക്കെയും നമുക്ക് നന്നായി പഠിപ്പിച്ചു തന്നതാ. പക്ഷേ അതൊക്കെയും ഷിർക്കാണ് എന്ന് പറഞ്ഞ് ലോകത്തുള്ള ഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്ക് എന്ന് പറഞ്ഞ് ചാപ്പകുത്തി ഈ ടീം. എന്നിട്ട് ഈ ടീമിന് ഷിർക്കും തൗഹീദും എന്താണെന്നറിയില്ല. നിങ്ങൾ നോക്ക്, ഇവരുടെ ഈ ഷിർക്കുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ചില വാദങ്ങൾ അത് നിങ്ങളെല്ലാവരും കേട്ടു നോക്കുക. ഇതാ ഒരു മൗലവി, അദ്ദേഹം പുതിയൊരു ഷിർക്ക് പറയാം. സുബ്ഹാനല്ലാഹ്, ഈ കാലഘട്ടത്തിൽ മോഷണം പോയി കഴിഞ്ഞാൽ, അതിൽ വസ്തു മോഷണം പോയി കഴിഞ്ഞാൽ തൗഹീദുണ്ട് എന്ന് വാദിക്കുന്ന ഒരാൾ ഒരിക്കൽ പറഞ്ഞതാണ്, മോഷണം നടന്നു. അവ ആരാണ് മോഷ്ടാവ് എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തു? ഹിപ്നോട്ടിസം ചെയ്തു. തനിച്ച് ശിർക്കാണ്, തനിച്ച് ഖുറാഫാത്താണത്. ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണത്. ഷെയ്ത്താനാണ് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഇവരുടെ ഇതിൻ്റെ മനഃശാസ്ത്രപരമായ വിജ്ഞാനങ്ങൾ അത് പഠിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ ഇതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. അപ്പോൾ ഹിപ്നോട്ടിസം ചെയ്യുന്നത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒന്നാണല്ലോ ഹിപ്നോട്ടിസം. ഈ ഹിപ്നോട്ടിസം ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് നിങ്ങൾ നോക്ക്. ഇവരാണോ ഷിർക്കും തൗഹീദും മനസ്സിലാക്കിയവർ? ഇങ്ങനെ എന്തൊക്കെ വാദങ്ങളാണ് മറ്റൊരു മൗലവി പ്രസംഗിച്ചത് കേട്ട് നോക്ക്. നിങ്ങൾ പഴയത് കേട്ട്. മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ഷിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ഷിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ്, കൊടിയ ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ഷിർക്കാണ്.
ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നതോടുകൂടി അള്ളാഹ്ക്ക് വിവരമില്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരുത്തന്റെ സാധനം കൊടുക്കുകയാണല്ലോ, അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ചാൽ മതി. വാക്സിനേഷൻ ഓരോരുത്തർക്കും ഓരോ ശിർക്കാ. അപ്പോൾ ഇയാൾ അങ്ങ് പഠനം നടത്തിയിട്ട് വാക്സിൻ എടുക്കൽ ശിർക്കാണ് എന്ന് കണ്ടെത്തി. ഇങ്ങനെ ഒരു സ്റ്റേജിലിരിക്കുന്ന ആളുകൾക്ക് തന്നെ വിവിധങ്ങളായ ശിർക്കും വിവിധങ്ങളായ തൗഹീദുകളുമാണ്. ഇത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. വേറൊരു മൗലവി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചുഴലി മൗലവി. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് കേട്ട് ഈ വഹാബി പ്രസ്ഥാനത്തിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. ആ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഖുർആനിലൊരു ആയത്തോതാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ഇബ്ലീസിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ അവൻ ധിക്കരിച്ച സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപിഴച്ചവനാക്കി, അവനെ അള്ളാഹു ആട്ടിയോടിച്ചു, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ശപിക്കപ്പെട്ടവനാക്കി. ആ സമയത്ത് പിശാച് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഇബ്ലീസ് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. പിശാച് ഇബ്ലീസ് പറഞ്ഞൊരു സംഗതി എന്താണെന്നറിയാം, അള്ളാഹുവിനോട് പറയുകയാണ്, നീ എന്നെ പിഴപ്പിച്ചു, നീ എന്നെ ശപിച്ചു, എന്നെ പിഴപ്പിച്ചു, എന്നെ വഴികേടിലാക്കി. അക്കാരണമായിട്ട് ലഅഖുദന്ന ലഹും, നിൻ്റെ മനുഷ്യ സന്തതികൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കും. സിറാത്തകൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിൽ, സത്യത്തിൻ്റെ പാതയിൽ ഞാനിങ്ങനെ കാത്തിരിക്കും അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തി തരണമെന്നാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. പിശാചിൻ്റെ പരിപാടി എന്താണ്? മുസ്തഖീമായ പാതയിൽ കാത്തിരുന്നുകൊണ്ട് മനുഷ്യനെ സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്നും അതേ പിഴപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ് പിശാച്. അപ്പോൾ ഈ പിഴച്ച വാദത്തിൽ പെട്ടുപോയാൽ തന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ, കരകയറാൻ കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ചുഴലി മൗലവി അദ്ദേഹം പറയുന്നൊരു ശിർക്ക് കേട്ടോ. കൊച്ചിന് രോഗം വന്നു, ഭാര്യ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു കൊച്ചിന് രോഗമാണ്, എത്രയും പെട്ടെന്ന് വരണമെന്ന്. ഭർത്താവ് വീട്ടിലെത്തി ഒരു ഓട്ടോറിക്ഷയായിട്ട്. ഭാര്യയെയും രോഗം വന്ന കൊച്ചിനെയും കൂട്ടി ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന്. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലെത്തി. ചാടിക്കയറി ഒരു ഡോക്ടറെ കിട്ടി, ആ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഗുളിക എഴുതി കൊടുത്തു. ബാപ്പ ഗുളിക വാങ്ങി. അള്ളാഹു ആ ഗുളികയിൽ ശിഫാ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിന്റെ രോഗം മാറി. ഇപ്പോൾ ഈ മാതാപിതാക്കൾ ചെയ്തത് ഇബാദത്താണ്. 5-6 മാസം കഴിഞ്ഞു, വീണ്ടും അതേ രോഗം തന്നെ കുട്ടിക്ക് വന്നു. ഉടൻ തന്നെ ഭാര്യ ഭർത്താവിനെ വിളിച്ചു. അന്ന് വന്ന പോലെ രോഗം വന്നിട്ടുണ്ടിരുന്നു. ഭർത്താവ് ഉടൻ തന്നെ ഓട്ടോറിക്ഷയായിട്ട് വന്നു. ഭാര്യനെയും കയറ്റി ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു ഇന്ന് ഡോക്ടറത്തേക്ക് പോകണം. ആ ഡോക്ടറത്തേക്ക് പോയി ഡോക്ടറോട് പറഞ്ഞു അന്ന് ഈ സൂക്കേട് വന്നപ്പോൾ നിങ്ങളടുത്ത് വന്നതാണ്, നിങ്ങൾ മരുന്ന് കൊടുത്തു, അന്ന് പെട്ടെന്ന് സുഖമായി, അതുകൊണ്ടാണ് നിങ്ങളടുത്തേക്ക് വന്നത്. വല്ലാഹി ഇപ്പോൾ പോയത് ശിർക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് രോഗം മാറി, അതേ രോഗം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പണ്ട് പോയതല്ലേ, അദ്ദേഹത്തെ ആ കുറിച്ച് തന്ന മരുന്ന് കഴിച്ചപ്പോൾ രോഗം മാറി, എന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പോവാം എന്ന് കരുതി പോയാൽ അത് ശിർക്കാണെന്ന് പറയാം. ഇവർക്കാണോ ശിർക്ക് തൗഹീദും തിരിഞ്ഞത്? ഈ മൗലവിയാണ് ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പ് പള്ളികളൊക്കെയും അമ്പലങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത്. ആലോചിച്ച് നോക്കണം ഇദ്ദേഹത്തിൻ്റെ വിവരം എത്രത്തോളമുണ്ട് എന്ന് പറഞ്ഞാൽ. ശിർക്കും തൗഹീദും എന്താണെന്നറിയില്ല, എന്നിട്ട് അതിനെ നിസ്സാരപ്പെടുത്തുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുശരിക്കാന്ന് വിളിച്ച് കളിക്കുക. ഇങ്ങനെ ശിർക്കിനെ നിസാരവൽക്കരിച്ചു വഹാബി പ്രസ്ഥാനം. നിങ്ങൾ നോക്കുക, അങ്ങനെ ഈ സുന്നിയിൽ നിന്നും മുജാഹിസത്തിലേക്ക് പോയ, സുന്നിയാണെന്ന് പറയാനറിയില്ല, ഒരു മുസ്ലിയാർ ജബ്ബാർ മൗലവി എന്ന് പറയും. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം ജബ്ബാർ മൗലവി അല്ല, ലബ്ബാ മൗലവി. ആ ലബ്ബാ മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിൽ പോയി കുടുങ്ങി. അവസാനം അവിടെയും ഇവിടെയും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി.
അവസാനം ഇദ്ദേഹം സംസാരിച്ചൊരു സംസാരമുണ്ട്. എന്താണെന്നറിയോ? ഇദ്ദേഹം പറയാണ്, ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിൽ തൊട്ട ഷിർക്ക്, പിടിച്ച ഷിർക്ക്, ഇപ്പം ഷിർക്കല്ലാത്തൊന്നുമില്ല എന്ന് അയാളിങ്ങനെ പരിഭവപ്പെടുകയാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ, ഞാൻ മൊത്തത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല, എങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിൽ പറയാതിരിക്കാൻ നിർവാഹവുമില്ല. ഷിർക്കല്ലാത്തത് എന്താണെന്ന് വേർതിരിച്ച് അറിയുന്ന മാനദണ്ഡം മനസ്സിലാക്കാത്തത് കൊണ്ടോ ആവോ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഷിർക്കല്ലാത്തതൊന്നുമില്ല. ഷിർക്കല്ലാത്ത എന്തെങ്കിലും ഒന്നുണ്ടോ? അദ്ദേഹം നൊമ്പരപ്പെടുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഷിർക്കല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ? തൊട്ടതും പിടിച്ചതും ഷിർക്കാണ്. കാരണം ഷിർക്കും തൗഹീദും മനസ്സിലാക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഈ ഷിർക്കും തൗഹീദും ഒക്കെ മാറ്റിപ്പറയേണ്ടി വന്നപ്പോൾ ഇപ്പം മരിച്ചുപോയൊരു സാധനമുണ്ട്, സക്കരിയ സ്വലാഹി, കുറച്ച് വർഷമായി. അദ്ദേഹം അന്ന് നൊമ്പരപ്പെട്ടൊരു സംഗതിയുണ്ട്, അത് നിങ്ങളെല്ലാവരും ഒന്ന് കേട്ടു നോക്കണം. തെറ്റിച്ചു, തൗഹീദ് മനസ്സിലായിട്ടില്ല. ആർക്ക്? അതാ സമസ്തക്കാർ ചോദിക്കുന്നുണ്ട്, സാധാരണ മുജാഹിദ് പ്രവർത്തകർക്ക് തൗഹീദ് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. 1 നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ അതിനുവേണ്ടി ഇത്ര കാലം വാദപ്രതിവാദം നടത്തിയും ഖണ്ഡന മണ്ഡനം നടത്തിയും തൗഹീദിനു വേണ്ടി ഒരുപാട് പ്രസംഗിക്കുകയും ചെയ്ത ആളുകൾക്ക് തൗഹീദ് തെറ്റി, അവർക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ ആളെ കിട്ടുമതിന് ആരെങ്കിലും ഇതിന്റെ ഒപ്പം നിൽക്കുഞ്ഞി വിശ്വസിക്കോ? നമ്മളെ ഇത്ര കാലം പറഞ്ഞൊക്കെ തെറ്റായിരുന്നു, 2012 വരെ പറഞ്ഞൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുംഭസേറ്റ് ഒരുത്തം പോയി കരഞ്ഞോലോ, ജാമ്യയിൽ പോയിട്ട് കരഞ്ഞിട്ട് സീഡി ഇറക്കി, ഒരുത്തൻ കന്നലെ മിഞ്ഞാന്ന് കയറിയെന്ന് ഒരുത്തൻ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? AP കരയട്ടെ, TP കരയട്ടെ, മദനി കരയട്ടെ, സമ്മേളനം വിളിച്ചിട്ട് ഒന്നായിട്ട് കൂട്ടക്കരച്ചിൽ കരയട്ടെ, തിരുത്തിയിട്ട് എല്ലാ ബുക്കും പിൻവലിക്കട്ടെ, എല്ലാ സീഡിയും പിൻവലിക്കട്ടെ. അതല്ലേ വേണ്ടത്? പറയാൻ കൊള്ളൂ ഇത് 2012 വരെ പറഞ്ഞ തൗഹീദൊക്കെ തെറ്റായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സലഫിയത്തിലേക്ക് നമ്മളുള്ള പോക്കാണ്. ഇവിടെ സംഭവിച്ചെന്താന്ന് നിങ്ങളെ, ഇവിടെ കുറെ പേരിന് മാത്രമുള്ള മുജാഹിദീങ്ങളുണ്ട്. ഞാനും മുജാഹിദ് ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. ഓനായിരിക്കും അവിടുത്തെ മുജാഹിദിന്റെ എല്ലാം. അത്തരം ആളുകൾക്ക് കഴിഞ്ഞ 10 കൊല്ലായിട്ട് റോളില്ല. ഇപ്പൊ വീണ്ടും റോള് വന്നു, നമ്മളൊക്കെ അടിച്ചു പുറത്താക്കിയിട്ട് സർവ്വ തമ്മാടിയും താത്തോന്നിയും തട്ടിപ്പേരും ഒക്കെ കയറിക്കൂടിയല്ലോ. അപ്പോൾ സക്കരിയ സ്വലാഹിയുടെ അദ്ദേഹത്തിൻ്റെ ദീനരോധനമാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ പറയാൻ തുടങ്ങി ഷിർക്ക് തൗഹീദ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആർക്ക്? മുജാഹിദുകാരായ, മുജാഹിദിൽ പെട്ടുപോയ സാധാരണ ആൾക്കാരല്ല, മുജാഹിദ് പണ്ഡിതന്മാരായ ആളുകൾക്ക് ഷിർക്കും തൗഹീദും എന്താണെന്നറിയില്ല. ആളുകൾ പറയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ദീനരോധനമാണ്. അദ്ദേഹം തന്നെ മറ്റൊരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, എന്താണെന്നറിയോ, ഞാൻ പല വിഷയങ്ങളും ഷിർക്കാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, കെണിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഈ സലാസുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ. അപ്പോൾ കുറേ കാലം ഞാനും എന്താണ് ഇയാളുടെ കെണിയിൽപ്പെട്ടു, സിഹിർ ബാധിച്ചാൽ അത് തെറ്റാണ്, ഷിർക്കാണെന്ന് പറഞ്ഞ് നടന്നിരുന്നു എന്ന് ഇദ്ദേഹം പറയുക. ഇദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ ഇദ്ദേഹത്തിനെ പഠിപ്പിച്ചത് ഇദ്ദേഹം പറയുക. അപ്പോൾ ഷിർക്കും തൗഹീദും എന്താണെന്ന് അറിയാതെ ഷിർക്കിനെ സമുദായത്തിൻ്റെ മുന്നിൽ നിസാരവൽക്കരിക്കുന്ന പ്രവണതയിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ വഹാബിസം ഇവിടെ പ്രവർത്തിച്ചതുകൊണ്ട് ഉണ്ടായിത്തീർന്നിട്ടുള്ള ഒരു വലിയ ദുരന്തം. അതാണ് ഏറ്റവും വലിയ തിന്മയാകുന്ന ഷിർക്കിനെ നിസാരപ്പെടുത്തി, നിസാരവൽക്കരിച്ചു. ഞാൻ പലപ്പോഴും പല വഹാബികളോടും ചോദിച്ചിട്ടുണ്ട്, ഷിർക്ക് എന്താണെന്ന് വഹാബികളെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, ഇതൊരു വാദമായി എഴുതി നമുക്ക് സംവാദം നടത്താനുണ്ടോ എന്ന് പലപ്പോഴും പല വഹാബി നേതാക്കന്മാരോടും വഹാബി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലരോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അതിന് തയ്യാറായില്ല. കാരണം ഷിർക്ക് എന്താണ് എന്ന് വഹാബികൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഷിർക്കും തൗഹീദും പറയാനുള്ള യോഗ്യത അവർക്കില്ലല്ലോ. ഇനി പിന്നെ ഷിർക്കും തൗഹീദും പറഞ്ഞിങ്ങോട്ട് വരണ്ടല്ലോ. ഇന്നത് ഷിർക്ക് ഇന്നത് തൗഹീദ് അവർ പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഷിർക്കും തൗഹീദും പിന്നെ തിരിയില്ല എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ സംവാദം വെച്ചാൽ പിന്നെ ഏകദേശം 90% വിഷയങ്ങൾക്കും ഇവിടെ പരിഹാരമാകും. 90% വിഷയങ്ങൾക്ക് പരിഹാരമാകും. എന്ത് ചെയ്യുക? സുന്നികൾക്ക് ഷിർക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് ഒരു വ്യവസ്ഥ എഴുതുക,
അതുപോലെ തന്നെ മുജാഹിദുകാർക്ക് ഷിർക്ക് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല എന്ന് സുന്നികൾ എഴുതുക. അങ്ങനൊരു വ്യവസ്ഥ ചെയ്തിട്ടൊരു സംവാദം നടത്തി. അങ്ങനെ ഒരു സംവാദം നടത്തുമ്പോൾ തീർച്ചയല്ലേ അത് സമുദായം ബോധ്യപ്പെടും, ഇന്ന ടീമിന് ഷിർക്ക് തിരിഞ്ഞിട്ടില്ല, ഇനി അവർ പറയുന്നതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട, അംഗീകരിക്കേണ്ട എന്ന് ജനങ്ങൾ മനസ്സിലാക്കൂലേ, വിലയിരുത്തൂലേ, എല്ലാ വിഷയത്തിലും ഒരു തീരുമാനമാവൂലേ. പക്ഷെ അവരതിന് തയ്യാറാവൂല. കാരണം അവർക്ക് തന്നെ അറിയാം ഷിർക്ക് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് നേരത്തെ ലബ്ബാ മൗലവി പറഞ്ഞതുപോലെ, ഈ സക്കരിയ സ്വലാഹി പറഞ്ഞതുപോലെ ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തുടക്കത്തിലിട്ട വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ, അദ്ദേഹം ജുമാ പ്രഭാഷണത്തിൽ പറഞ്ഞത് പിന്നീട് മാറ്റി പറഞ്ഞു. ഇതാണ് വഹാബിസത്തിൻ്റെ അവസ്ഥ. തീർന്നില്ല. നിങ്ങൾ നോക്ക്, ജമാഅത്ത് ഇസ്ലാമിയുടെ അവസ്ഥ എന്താ? ഇപ്പോൾ വലിയ വിവാദത്തിലാണുള്ളത്. ജമാഅത്ത് ഇസ്ലാമി എന്താ പറഞ്ഞത്? ഗവൺമെൻറ് ജോലി നോക്കാൻ പാടില്ല, ഇലക്ഷന് വോട്ടിടാൻ പാടില്ല, അതൊക്കെ ഷിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്നാണ് എന്ത് ചെയ്തത് ജമാഅത്ത് ഇസ്ലാമി പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ് ഏത് ജമാഅത്ത് ഇസ്ലാമിയും വഹാബിസും എന്ന് പറയുന്നത്. എല്ലാം സംഗതി ആശയപരമായിട്ട് ഒന്ന് തന്നെയാണ്, മനസ്സിലായില്ലേ? പക്ഷേ ഇവർക്ക് മുജാഹിദുകൾക്ക് എന്താണ്, വോട്ടയിലൊന്നും ഷിർക്കാണെന്ന വാദമൊന്നുമില്ല, പക്ഷേ അവർക്ക് ഇതും കൂടി ഷിർക്കാണെന്ന വാദമുണ്ട്. അങ്ങനത്തെ വല്ലാത്തൊരു ദുരന്ത അവസ്ഥയിലേക്കാണ് സമുദായത്തിനെ ഈ പ്രസ്ഥാനങ്ങൾ വലിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. നിങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നേതാവ് കൂടി പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടി കേട്ടു നോക്കൂ. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് വന്നാലും അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ, ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്താൻ ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് വരും എന്ന് പറഞ്ഞാൽ ഇവരിടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ ആ വാദം ഇല്ല എന്ന് പറഞ്ഞേ. ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ വോട്ടിടലും അതുപോലെ തന്നെ ഇലക്ഷന് പങ്കെടുക്കലും വോട്ടിടലും മറ്റുമൊക്കെ ഷിർക്കാണെന്നുള്ള വാദം ഞങ്ങൾക്കില്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് ഇന്നലെയാണ്, മെനങ്ങാന്നാണ്, നാലാണ്, മറ്റന്നാണ്, ഖിയാമത്ത് നാൾ വരെ ഷിർക്കാണ് എന്ന് ഇദ്ദേഹം പ്രസംഗിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അവസ്ഥ. വോട്ടിട്ടാൽ നമ്മളൊരു സ്ഥാനാർത്ഥി ഇലക്ഷനിൽ നിന്നിട്ട് പോയി വോട്ടിട്ടാൽ അത് ഷിർക്കാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ തൊട്ടാൽ തെറിക്കുന്ന, തുമ്മിയാൽ തെറിക്കുന്ന ഒന്നാണോ ഷിർക്കും തൗഹീദും എന്ന് പറയുന്നത്? അത് മനുഷ്യൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ലേ പ്രിയമുള്ളവരെ? നമ്മളത് ചിന്തിക്കണ്ടേ? മനുഷ്യൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരു മനുഷ്യനൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഷിർക്കാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ അവനോട് ആ വിശ്വാസം, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഷിർക്കാണ് എന്ന് പറഞ്ഞ് ഓനെ മുശ്രിക്കാക്കുന്നതിന് മുമ്പ് അവൻ്റെ വിശ്വാസം എന്താണെന്ന് അവനോടൊന്ന് ചോദിക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹൈന്ദവനായ മനുഷ്യൻ അദ്ദേഹം ഒരു ബിംബത്തിൻ്റെ മുന്നിൽ ചെന്ന് എന്ത് ചെയ്തു, സുജൂദിൻ്റെ രൂപത്തിൽ കടന്നു. അത് ഷിർക്ക് തന്നെയാണ്. കാരണം ഹൈന്ദവരുടെ വിശ്വാസം നമുക്കറിയാം. എന്നാൽ മുസ്ലിമിൻ്റെ വിശ്വാസം നമുക്കറിയാം, ബിംബത്തിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, അത് ഷിർക്കാണ്. ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസത്തോടു കൂടി അത് ചെയ്താൽ തെറ്റാണ്, ഷിർക്കാണെന്നറിയാം. എന്നാൽ പോലും ഒരാൾ ഒരു ബിംബത്തിൻ്റെ മുന്നിൽ സുജൂദിൻ്റെ രൂപത്തിൽ കിടന്നതുകൊണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യൻ സുജൂദിൻ്റെ രൂപത്തിൽ കിടന്നതുകൊണ്ട് അത് ഷിർക്കാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവൻ എന്ത് വിശ്വാസത്തിലാണ് അവിടെ കിടന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സംഗതി ഹറാമാണ്, തെറ്റാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് ഷിർക്കാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്തായിരുന്നു എന്ന് നമ്മളവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഷിർക്ക് എന്ന് പറയുന്ന സംഗതി. ഇത് ഇവരെന്താണ് തൊട്ടതും പിടിച്ചതും ഒക്കെ ഇങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന ഒന്നാക്കി വെച്ചിരിക്കുകയാണ് ഷിർക്കിനെ. എന്ന് പറഞ്ഞാൽ മറ്റുള്ള തിന്മകളെപ്പോലെ വെറും അതിനേക്കാൾ അപ്പുറമായിട്ട് വളരെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് സമുദായത്തിൻ്റെ മുന്നിൽ ഷിർക്കിനെയും തൗഹീദിനെയും അവതരിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് ഈ വഹാബി പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, അതിലാരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ മാറി ചിന്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സത്യത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് വീഡിയോകൾ നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.